സാറേ ആരാ വന്നിരിക്കുന്നത് നോക്കിയേ. ആരടാ സാറ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഒരു റിവ്യൂ പറയാൻ പറഞ്ഞ എങ്ങനെ പറയാം? ഈ തെണ്ടി എന്തിനാ അവിടെ കേറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നത്. പിടിച്ചു മാറ്റവനെ. ഇപ്പൊ നല്ല എന്റർടൈനിങ് ആണ്, മെസ്സേജ് ഉണ്ട്, കോമഡി ഉണ്ട്, വയലൻസ് ഉണ്ട്. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അപ്പം പറഞ്ഞൊന്നും കേട്ടില്ലേ? മലയാളത്തിൽ സൂപ്പർ സ്റ്റാറിന്റെ പേര് നമ്മൾ കുറെ ഗോസിപ്പ് കേട്ടിട്ടുണ്ട്. പക്ഷെ പുള്ളി മ്യൂസിലേക്ക് ഉണ്ടായതുകൊണ്ടാകുമ്പോൾ പുള്ളിയുടെ പേര് വരാത്തത്. ഞാൻ ഇപ്പോ ഹണി റോസിന്റെ എന്താ പറയാ ബാക്ക് നല്ലതാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. അങ്ങനെ കുറെ പറയുന്ന വാക്കുകളും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സന്തോഷേട്ടനെതിരെയും ഇങ്ങനെ ഒരു നടപടി ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കൂടുതൽ. ഇയാൾക്ക് എന്താണ് വയ്യേ? കൊളക്കോഴിക്ക് തൈറോയിഡ് ഒന്നുമല്ല. ഹണി ദിവസം വെച്ച് പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. അല്ലെങ്കിൽ ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്ത് ശരിയാണ് പറയുന്നില്ല. ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ? എന്തൊരു ഒലിപ്പ്! പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ബോറൻ, ആഭാസൻ, ബ്ലഡി ഫൂൾ. ഞാൻ ചെയ്ത് ശരിയാണ് പറയുന്നില്ല. പക്ഷെ എനിക്കത് തെറ്റാന്ന് തോന്നിയപ്പോ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഹണി റോസിനോട് ക്രഷ്, ഐശ്വര്യ ലക്ഷ്മിയോട് ക്രഷ് അല്ല, വേറെ കുറെ കാര്യം പറഞ്ഞിട്ടുണ്ട്. വേറെ കാര്യങ്ങൾ അതെനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. എന്താ പ്രയോജനം? ഈ അറിയാവുന്നതിന്റെ കയ്യിൽ ദൈവം വടി കൊടുക്കൂല. എനിക്ക് വികാരമുണ്ട്, പക്ഷെ ഒന്നും നടക്കണില്ല. നീ ഒരു എലിവാണം മുട്ടിട്ട് പോയി കിടന്ന് ഉറങ്ങണം. ഞാൻ പലയിടത്തും പോയിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉള്ള ഞാൻ പറയാം. പക്ഷെ അവിടെ ഒന്നും നടന്നിട്ടില്ല. എന്താ കാര്യം? അതിന് ഒരു ബുദ്ധി വേണം, അത് ഇവനില്ല. ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ്. അപ്പൊ എല്ലാത്തിനും ഒരു പരിഹാരം ഭാവിയിൽ ഉണ്ടാവട്ടെ. വരാണ്ടാവട്ടെ. പോയി 6 അടിച്ചിട്ട് വാ. ഫ്ലോ പോയി, ഞാൻ നിർത്തുന്നു. ഖത്തം. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ. നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.